ജീവിതത്തിൽ ഓരോരുത്തർക്കും ഒരു ഘട്ടമുണ്ട്. എല്ലാം തകർന്നു പോയെന്ന് തോന്നുന്ന നിമിഷം. എന്തുകൊണ്ട് നമുക്ക് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് ആ സമയത്ത് നമുക്ക് മനസ്സിലാകില്ല. അന്ന് നമുക്ക് തോന്നും അള്ളാഹു നമ്മെ മറന്നുപോയെന്ന്. പക്ഷെ യാഥാർത്ഥ്യം അതല്ല. നമ്മുടെ ഹൃദയത്തിൻ്റെ താളം കേൾക്കുന്ന, കണ്ണുനീർ കാണുന്ന, വേദന മനസ്സിലാക്കുന്ന ഒരാളാണ് നമ്മുടെ സൃഷ്ടാവ്. ഇന്നത്തെ ഈ കത്ത് അവൻ തൻ്റെ പ്രിയപ്പെട്ട ദാസനോട് പറയുന്ന വാക്കുകളാണ്. എൻ്റെ പ്രിയപ്പെട്ട ദാസ, നീ ഇന്ന് എന്നെ പേരെടുത്ത് വിളിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട്. നീ കരയുമ്പോൾ ഞാൻ കാണുന്നില്ലെന്ന് കരുതിയോ? നീ മിണ്ടാതെ ഇരിക്കുമ്പോഴും ഞാൻ നിന്റെ ഹൃദയത്തിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. നിനക്കുണ്ടായ നഷ്ടം, വേദന, തളർച്ച ഇതെല്ലാം ഞാൻ അറിയുന്നില്ലെന്ന് കരുതിയോ? നിന്റെ ഓരോ കണ്ണുനീരും ഞാൻ എണ്ണിയിട്ടുണ്ട്. ഓരോ പ്രാർത്ഥനയും ഞാൻ കേട്ടിട്ടുമുണ്ട്. നീ പറയുന്നില്ലെങ്കിലും നിന്റെ ഹൃദയം എന്താണ് തേടുന്നതെന്ന് ഞാൻ അറിയുന്നു. പക്ഷേ ഒന്നറിഞ്ഞു വെച്ചോളൂ, ഞാൻ എല്ലാം നിനക്ക് ഉടനെ തരില്ല. കാരണം നിനക്ക് ഞാൻ നല്ലതു മാത്രമേ തരൂ. വൈകിയ മറുപടി കാണുമ്പോൾ നീ നിരാശപ്പെടരുത്. കാരണം ചിലപ്പോൾ അത് നിനക്ക് നാശം വിധിച്ചേക്കാം. ഞാൻ നിന്നെ പരീക്ഷിക്കുന്നത് വെറുക്കുന്നത് കൊണ്ടല്ല, നിന്നെ വളർത്താനാണ്. നിനക്ക് മറുപടി വൈകുമ്പോൾ ഞാൻ ദൂരെയാണെന്ന് നിനക്ക് തോന്നുന്നു. പക്ഷെ ഞാൻ നിന്റെ തൊട്ടരികിലുണ്ട്. നീ മിണ്ടാതിരിക്കുമ്പോഴും ഞാൻ നിന്നെ കേൾക്കുന്നുണ്ട്. നീ വീണാലും ഞാൻ നിന്നെ ഉയർത്താൻ ശ്രമിക്കുന്നു. നീ പാപം ചെയ്താലും ഞാൻ നിന്നെ വെറുക്കുന്നില്ല. ഞാൻ നിന്റെ തൗബയെ കാത്തിരിക്കുന്നു. നീ എത്ര തവണ മടങ്ങി വന്നാലും എൻ്റെ വാതിൽ ഒരിക്കലും അടയില്ല. നീ ഓർക്കൂ, നീ ഒരിക്കലും ഒറ്റയ്ക്കല്ല. നിന്റെ പക്കൽ ഞാനുണ്ടാകും. നീ നഷ്ടപ്പെട്ടതായി കരുതുന്ന കാര്യങ്ങൾ നിനക്ക് നാശം വരാതിരിക്കാൻ ഞാൻ നീക്കി. നീ കരയുമ്പോൾ എൻ്റെ കരുണ നിന്നെ കാണുന്നു. ഞാൻ നിനക്ക് പുഞ്ചിരിയുടെ ഒരു ദിനം ഒരുക്കുന്നു. നിനക്കറിയുമോ, നീ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞപ്പോഴെല്ലാം ആകാശം നിന്റെ പേരിൽ പ്രകാശിച്ചിരുന്നു. നീ ചെറിയ നന്മ ചെയ്തപ്പോഴെല്ലാം ഞാൻ അതിനെ 10 മടങ്ങായി എഴുതിയിരിക്കുന്നു. നീ രഹസ്യമായി ദാനം ചെയ്തപ്പോൾ ഞാൻ നിനക്ക് അനുഗ്രഹങ്ങൾ നൽകി. പാപം ചെയ്ത ശേഷം നീ കരഞ്ഞു മടങ്ങിയപ്പോൾ ഞാൻ മലക്കുകളോട് പറഞ്ഞു, എൻ്റെ ദാസനെ നോക്കൂ, അവൻ എൻ്റെ അടുത്തേക്ക് തിരിച്ചു വന്നു. നീ ഇപ്പോഴും സംശയിക്കുന്നുണ്ടോ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന്? എൻ്റെ ദാസ, ഞാൻ നിന്നെ സൃഷ്ടിച്ചത് വെറുതെയല്ല. നിന്റെ ഓരോ ശ്വാസവും ഓരോ ദിനവും എൻ്റെ പദ്ധതിയിലുണ്ട്. നീ ഇപ്പോൾ വിഷമിക്കുന്നുണ്ടാകാം. പക്ഷെ നീ കാണും, ഇന്ന് നീ കരഞ്ഞ കണ്ണുകൾ നാളെ സന്തോഷത്തിൽ തിളങ്ങുന്നത്. അതിനാൽ എൻ്റെ അരികിലേക്ക് വരൂ. മനസ്സ് തുറന്ന് ദുആ ചെയ്യൂ. വിശ്വസിക്കൂ, കാത്തിരിക്കൂ. കാരണം ഞാൻ വാഗ്ദാനം ചെയ്തിരിക്കുന്നു, സഹനമുള്ളവർക്ക് ഞാൻ അതിരുകളില്ലാത്ത പ്രതിഫലം നൽകുമെന്ന്. നീ എൻ്റെ പേരെടുത്ത് വിളിക്കുമ്പോൾ ഞാൻ പറയുന്നുണ്ട്, എൻ്റെ ദാസ, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. നിന്റെ ദുഃഖം അവസാനിക്കും. നിന്റെ കാത്തിരിപ്പിന് ഫലം കാണും. നിന്റെ ഹൃദയം സമാധാനത്തിൽ നിറയും. നീ മുന്നോട്ട് പോകൂ, വിശ്വാസത്തോടെ, ക്ഷമയോടെ, നന്ദിയോടെ. കാരണം ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നിനക്കറിയാത്ത, നീ ചിന്തിക്കാത്ത നിമിഷം പോലും ഞാൻ നിനക്കൊപ്പമുണ്ട്.